രാജീവ് ചന്ദ്രശേഖറിന്റെ നോമിനേഷൻ തൽക്കാലം മാറ്റിവെച്ചു. അവസാനം പരിഗണിക്കാമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖർ 200 കോടി രൂപയുടെ സ്വത്ത് മറച്ചുവെച്ചുവെന്ന് കാണിച്ച UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ പരാതി നൽകിയിരുന്നു. നേമത്തെ NDAയുടെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ വന്നിട്ടുള്ളത് ആ ട്വിറ്റർ ഹാൻഡിൽ കണ്ടതുപോലെ, ട്വിറ്റർ പോസ്റ്റിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം 200 കോടി രൂപയുടെ അസറ്റ് അദ്ദേഹം അതിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷിപാൽ വിവരങ്ങളുമായുണ്ട്. റോഷിപാൽ, കൃത്യമായ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളത്, അറിയിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് നിബന്ധനയാണ്. അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള ഒരു മാൻഷൻ അദ്ദേഹത്തിന്റെ ആസ്തികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. എന്താണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കുന്ന നിലപാട്? അത് ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയാണ്. ഇന്നലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ആരോപണം ഉന്നയിച്ചതാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നൽകിയ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അതിൽ ഈ വലിയ ഏതാണ്ട് 200 കോടി രൂപ ഇവിടെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണമാണ്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് അത് എക്സിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് പങ്കുവെച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് UDF സ്ഥാനാർത്ഥി, നേമത്തെ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച പരാതി അത് രേഖാമൂലം തന്നെ നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക അത് കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതിൽ തർക്കം വന്ന സാഹചര്യത്തിലാണ് അതിൽ UDFന്റെ എതിർപ്പ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിന്റെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുക എന്നത് ചട്ടപ്രകാരം വലിയ തെറ്റാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം തെറ്റാണ്. ആ തെറ്റ് എന്താണ് വന്നത് എന്ന കാര്യത്തിലുള്ള വിശദമായ പരിശോധനയിലേക്ക് പോകും. ആ നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കാൻ പാടില്ല, അത് തള്ളണമെന്ന ആവശ്യമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. മാധു, 200 കോടിയുടെ സ്വത്ത് എന്നതിനപ്പുറത്ത്, അതായത് അതിന്റെ ലാൻഡ് വാല്യൂ മാത്രമാണ് 200 കോടി എന്ന് പറയുന്നത്. ഏതാണ്ട് 1 ഏക്കറിന് പുറത്തുള്ള 1.07 ഏക്കർ പ്രോപ്പർട്ടിയാണ്. അതിന്റെ ലാൻഡ് വാല്യൂ മാത്രമാണ് 200 കോടിയോളം വരുന്നത്. 49,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ മാൻഷൻ കൂടി അത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേറെ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്വത്ത് വിവരത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് എന്നുള്ളതാണ് പരാതി. BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം കിട്ടുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്, റോഷി? അത് ഇതുവരെ BJP സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ല. രാവിലെ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട KS ശബരിനാഥൻ ഇങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. പക്ഷേ ഇതുവരെ BJP പ്രതികരിച്ചില്ല. ഏറെ വൈകാതെ BJP നേതൃത്വത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ അത് പരിശോധന തന്നെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ആ നാമനിർദ്ദേശ പത്രികയിൽ സൂക്ഷ്മ പരിശോധന തുടങ്ങിയിട്ടില്ല, അത് അവസാന ഘട്ടത്തിലായിരിക്കും. മറ്റ് നാമനിർദ്ദേശ പത്രികകൾ പരിശോധിച്ചതിന് ശേഷമാകും ഇനി ഇതിന്റെ പരിശോധന. രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധന നടത്തുക. എന്തായാലും അവിടെ UDF ഈ കാര്യത്തിൽ കടുത്ത നിലപാടാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഈ സ്വത്തുവിവരം മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമല്ല തീരുമാനമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ആലോചന UDF നേതൃത്വം എടുത്തു കഴിഞ്ഞു. കാരണം വലിയ തെറ്റ്, അതിൽ ബോധപൂർവം തെറ്റുവരുത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പത്രിക തള്ളണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ UDF മുന്നോട്ട് വെക്കുന്നത്. അതേതായാലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായെങ്കിലും ഒരു ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും BJP ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത് തർക്കമായി മാറുന്ന ഒരു കാഴ്ചയാണ്. അത് വലിയ പ്രചാരണ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ സ്വത്തുവിവരം മറച്ചുവെച്ചുള്ള ഈ നാമനിർദ്ദേശ പത്രിക വിഷയം അത് ആയുധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാധു, ഇതിനോടകം 93.88 കോടിയാണ് ആകെ സ്വത്ത് എന്നുള്ളതാണ് നോമിനേഷന് ഒപ്പം സമർപ്പിച്ച രേഖകളിൽ പറയുന്നത്. അതിന്റെ ഇരട്ടിയോ അതിലിരട്ടിയോ വരുന്ന സ്വത്ത് മറച്ചുവെച്ചെന്നാണ് റോഷിപാൽ ആരോപണം. അതും അങ്ങനെയാണ്. കാരണം ഏതാണ്ട് ഇരട്ടിയിലേറെ വരുന്ന സ്വത്ത് വിവരങ്ങളാണ് മറച്ചുവെച്ചത്. ഇനി ഇതിൽ കൂടുതൽ സ്വത്ത് വിവരങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തമല്ല. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ നൽകിയ നാമനിർദ്ദേശ പത്രികയും മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് ആധികാരികമായി തന്നെ ഈ വിവരങ്ങൾ, ഈ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന വിവരങ്ങൾ അത് ആരോപണമായി പുറത്തുവിട്ടത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ സ്വത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്നുകൂടി കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണം അവർ സ്വകാര്യമായി നടത്തുന്നുമുണ്ട് ഒരു ഭാഗത്ത്.
ആ ഘട്ടത്തിൽ കിട്ടിയ വിവരം ലഭിച്ചാണ് ഇപ്പോൾ KS ശബരിനാഥൻ നേമത്തെ UDF സ്ഥാനാർത്ഥി പരാതി നൽകിയത്. ആ പരാതി വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണമെന്ന നിലപാട് അവിടെ UDF സ്വീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ, റിട്ടേണിംഗ് ഓഫീസർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകുക. കാരണം എന്തുകൊണ്ട് ഈ സ്വത്തുവിവരം സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങൾ ഈ പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ പരിശോധന അനിവാര്യമാണെന്ന നിലപാടിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ എത്തിയിരിക്കുന്നത്. ഏതായാലും മറ്റ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ പരിശോധിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് നിയമത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ, അത് ലേബർ ഓഫീസർ കൂടിയാണ്, മറ്റ് നാമനിർദ്ദേശ പത്രിക പരിശോധിച്ച് ഏറ്റവും ഒടുവിലായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തർക്കമുള്ള നാമനിർദ്ദേശ പത്രിക പരിശോധന നടത്തുക. അതിൽ റിട്ടേണിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനി UDFന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇത് വലിയൊരു തർക്കമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനം UDF എടുക്കുകയും ചെയ്തു. ഇനി അനുകൂലമല്ല തീരുമാനമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF നേതൃത്വം. എന്തിനാണ് ഈ സ്വത്തുവിവരം മറച്ചുവെച്ചത് എന്ന ചോദ്യം UDF ഉയർത്തുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് UDF തീരുമാനം. നേമത്ത് വലിയ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ സംസ്ഥാനത്ത് BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള നിയമസഭാ മണ്ഡലത്തിലാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട വലിയൊരു തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവരങ്ങൾ നൽകിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തൽക്കാലം പരിഗണിക്കുന്നില്ല, അത് അവസാനം പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന വിവരം. 200 കോടി രൂപയുടെ സ്വത്ത് മറച്ചുവെച്ചുവെന്ന ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് KS ശബരിനാഥൻ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പരാതിയും നൽകുന്ന സാഹചര്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക പിന്നീട് പരിഗണിക്കാമെന്ന തീരുമാനം റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.